ജില്ലയിലെ ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവും പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് 28-ന് ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA മാർച്ച് ഉദ്ഘാടനം ചെയ്യും. പട്ടയ വിതരണം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ പോലും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് DCC പ്രസിഡന്റ് CP മാത്യു വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ ഗുരുതരമായ ഭൂപ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് DCCയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് DCC പ്രസിഡന്റ് CP മാത്യു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1964 ഭൂപതിവ് നിയമപ്രകാരമുള്ള പട്ടയ വിതരണം തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. ചിന്നക്കനാൽ റിസർവ് ഫോറസ്റ്റ് നോട്ടിഫിക്കേഷൻ റദ്ദ് ചെയ്യാൻ നടപടി സ്വീകരിക്കുക. മതികെട്ടാനിൽ 1 കിലോമീറ്റർ ബഫർ സോൺ പരിധിയിലാക്കി ഇറക്കിയ അന്തിമ വിജ്ഞാപനം പുനഃപരിശോധിക്കാനുള്ള നടപടി സ്വീകരിക്കുക. വന്യമൃഗശല്യം തടയുന്നതിനുള്ള നടപടികൾ എടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വന്യമൃഗശല്യം തടയണം എന്ന് പറയുന്നതല്ലാതെ തടയും എന്ന് പറയുന്നതല്ലാതെ ഇപ്പോഴത്തെ പടയപ്പ ലോറി തടഞ്ഞു നിർത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വനം വകുപ്പ് മന്ത്രിയോട് മാറ്റിയിട്ട് മൃഗസംരക്ഷണ വകുപ്പ് രണ്ടും ഉണ്ടെന്ന് തോന്നുന്നു. അത് മാറ്റി കളഞ്ഞിട്ട് മൃഗസംരക്ഷണത്തിന് മാത്രം വകുപ്പാക്കി വനം മന്ത്രിയെ ചുമതലപ്പെടുത്തായിരിക്കും നല്ലത്. അദ്ദേഹത്തിന്റെ ഇക്കാര്യത്തിൽ ഒരു കാര്യമില്ല. 22 നമ്മള് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹമാണ് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഹൈക്കോടതി പട്ടയ വിതരണം തുടങ്ങിയിട്ട് 2 മാസമാകുക. കയ്യേറ്റ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടില്ലെന്നും കൈവശ ഭൂമിക്കാണ് പട്ടയം നൽകിയതെന്നും കയ്യേറ്റ ഭൂമിയുടെ പട്ടയം വ്യാജമായി നിർമ്മിച്ചതാണെന്നും ഇവ പരിശോധിച്ച് റദ്ദ് ചെയ്തിട്ടെന്നും തുടർ പരിശോധന നടത്തി വ്യാജ പട്ടയങ്ങൾ റദ്ദ് ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നതുമായിട്ട് സർക്കാർ കോടതിയിൽ രേഖാമൂലം സമർപ്പിച്ചിരുന്നു. എന്നാൽ റദ്ദ് ചെയ്ത ലിസ്റ്റും പട്ടയ നടപടിക്രമങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ കയ്യേറ്റ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടില്ലെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ സമരം അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഹൈക്കോടതി പട്ടയ വിതരണം തടഞ്ഞിട്ട് 2 മാസക്കാലമായെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോടതിയെ ശരിയായ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. കയ്യേറ്റ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടില്ലെന്നും കൈവശ ഭൂമിക്ക് മാത്രമാണ് പട്ടയം നൽകിയിട്ടുള്ളതെന്നും കയ്യേറ്റ പട്ടയങ്ങൾ സർക്കാർ റദ്ദ് ചെയ്തു വരികയാണെന്നും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ ഗുരുതരമായ വീഴ്ചയാണ് കാണിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചീഫ് സെക്രട്ടറിയോട് വിശദമായ റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി പറഞ്ഞിട്ടും ഇതുവരെ നൽകാത്തത് സർക്കാരിന് കോടതിയിൽ നിന്നെന്തോ മറച്ചുവെക്കാനുള്ളത് മൂലമാണ്. 1964 നിയമപ്രകാരമുള്ള വ്യാജ പട്ടയങ്ങൾ സർക്കാർ റദ്ദ് ചെയ്തിട്ടുള്ളത് കൊട്ടക്കാമ്പൂരിലും ചിന്നക്കനാലിലുമാണ്. കൊട്ടക്കാമ്പൂരിൽ ജോയ്സ് ജോർജിന്റെയും കുടുംബാംഗങ്ങളുടെയും 20 ഏക്കർ ഭൂമിയുടെ പട്ടയം 2019 ദേവികുളം സബ് കളക്ടർ റദ്ദ് ചെയ്തത്. ചിന്നക്കനാലിൽ MM മണിയുടെ ബന്ധുവിന്റെയും ലോക്കൽ സെക്രട്ടറി ആൽബിന്റെയും പട്ടയവും വ്യാജമാണെന്ന് കണ്ടെത്തി റദ്ദ് ചെയ്തിട്ടുണ്ട്. ഈ വിവരങ്ങൾ കോടതിയിൽ പറയേണ്ടി വരും എന്ന കാരണത്താലാണ് സത്യവാങ്മൂലം നൽകാൻ സർക്കാർ വൈകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കുടിയേറ്റ കർഷകരെ ആകെ വഞ്ചിക്കുന്ന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.